ഇത് മാസ് മോട്ടോഴ്സിലാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ B6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ജനറൽ ചെക്കപ്പായിട്ടാണ് നമ്മൾ വർക്കിന് കയറ്റുന്നത്. ജനറൽ സർവീസ് അല്ല, ജനറൽ ചെക്കപ്പായിട്ടാണ് കയറി ചെയ്യണത്. കാരണം 6000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ നിലവിൽ അതിനുള്ള വർക്കാണ് വന്നുള്ളൂ നമുക്ക്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ജെർക്കിങ് സൗണ്ട്, ഒരു വൈബ്രേഷൻ പോലെ കണ്ടുകൊണ്ട് ക്ലച്ച് ഔട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയത്തൊക്കെ എയർ ചെക്ക് ചെയ്യാനും, എയർ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകൾ, അതായത് സ്വിച്ച് ഐറ്റംസ്, ബാക്കിയത്തെ എല്ലാ ജനറലായിട്ട് വന്ന ചെക്കപ്പാണ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയാണത്. അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6900 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ വണ്ടി. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിലാണ് 12000 കറക്റ്റ് സർവീസിൽ വരുന്ന സമയത്താണ് നമുക്ക് ഫുള്ള് ക്ലച്ചൊക്കെ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ വന്നത് അതിനകത്ത് കേട്ടോ. ഓരോ 10000 ബേസിലാണ് നമ്മളത് ചെയ്തു പോകേണ്ടത്. ഇപ്പം നമ്മൾ നിലവിൽ ജനറൽ ചെക്കപ്പായിട്ട് ചെയ്യണേ. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അതേപോലെ തന്നെ ജനറൽ ചെക്കപ്പിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ കാറ്റലോഗിനകത്താണ്, അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഏത് വർക്കുകളാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ.